ഇപ്പോൾ കേരള സർവകലാശാലയിൽ ക്യാമ്പസിലേക്ക് വലിയ പ്രതിഷേധമാണ് VC-യുടെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ നടത്തുന്നത്. വ്യാജ രജിസ്ട്രാർ പുറത്തു പോവുക, വൈസ് ചാൻസലർ ഏകാധിപത്യ പ്രവണതകൾ അവസാനിപ്പിക്കുക എന്ന വലിയ ബാനറും പിടിച്ച് ജീവനക്കാരടക്കമുള്ളവർ അവിടെ പ്രതിഷേധം നടത്തുന്നു. ഷീജ വിവരങ്ങളുമായി കൂടിച്ചേരുകയാണ്. ഷീജ, നമ്മൾ കാണുന്ന പ്രതിഷേധം തീർച്ചയായും അജിംഷാദ്, അതായത് ഇന്ന് കേരള സർവകലാശാലയിൽ അക്കാദമിക് കൗൺസിൽ യോഗം തീരുമാനിച്ചിരുന്നു. രാവിലെ 10 മണിക്കായിരുന്നു അക്കാദമിക് കൗൺസിൽ യോഗം ചേരേണ്ടിയിരുന്നത്. പക്ഷേ അക്കാദമിക് കൗൺസിൽ യോഗം ചേരുന്നതിന് അല്പസമയം മുമ്പാണ് VC അക്കാദമിക് കൗൺസിൽ യോഗം മാറ്റിവെച്ചു എന്നുള്ളൊരു അറിയിപ്പ് നൽകുന്നത്. ഇതിൽ ഉള്ളൊരു പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. കേരള സർവകലാശാലയ്ക്കകത്താണ് ഈ ഒരു പ്രതിഷേധം നടക്കുന്നത്. 90% അക്കാദമിക് കൗൺസിൽ അംഗങ്ങൾ എത്തിയപ്പോഴാണ് ഈ യോഗം മാറ്റിവെച്ച് ഒരു അറിയിപ്പ് VC നൽകിയിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചാണ് പന്താടുന്നത് VC എന്നുള്ളതാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കം ആരോപിക്കുന്നത്. സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കം ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. ഏതായാലും വിദ്യാർത്ഥികളുടെ നിരവധി ആവശ്യങ്ങൾ പരിഹരിക്കേണ്ട സർവകലാശാലയുടെ അതോറിറ്റിയായ അക്കാദമിക് കൗൺസിൽ യോഗം VC അട്ടിമറിച്ചു എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. അതിനെതിരെയുള്ളൊരു പ്രതിഷേധമാണ്. അതിനൊപ്പം തന്നെ വ്യാജ രജിസ്ട്രാർ പുറത്തു പോകുക, വൈസ് ചാൻസലറുടെ ഏകാധിപത്യ നടപടികൾ അവസാനിപ്പിക്കുക എന്നുള്ള ബാനർ അടക്കം ഉയർത്തിക്കൊണ്ടുള്ള ഈ ഒരു പ്രതിഷേധത്തിൽ നിലവിലെ രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചെയ്യേണ്ട ഒരു നടപടിയും ഇവിടെ തീർച്ചയായും, കാരണം കോടതി അംഗീകരിച്ചതാണ്, സിൻഡിക്കേറ്റ് അംഗീകരിച്ചതാണ്. ആ രജിസ്ട്രാർക്ക് പകരം VC സ്വയം നിർമ്മിതമായ ഒരു രജിസ്ട്രാറെ ഉൾപ്പെടുത്തിയ ചട്ടവിരുദ്ധത, അത് തന്നെ നേരത്തെ കോടതിയിലടക്കം ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യം നമുക്കറിയാം. ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ വീണ്ടും ആ രജിസ്ട്രാറെ ഉപയോഗിക്കുന്നതിലെ വലിയ ജനാധിപത്യ പ്രതിഷേധമാണ്. ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കൊപ്പം ജീവനക്കാർ കൂടി പ്രതിഷേധത്തിലുണ്ടല്ലേ ഷീജ? തീർച്ചയായും സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കൊപ്പം സർവകലാശാലയിലെ ജീവനക്കാർ കൂടി ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട്.